ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. എൻ്റെ പേര് സുരേന്ദ്രൻ. ഞാൻ തിരുവനന്തപുരത്ത് വിളപ്പിൽ പഞ്ചായത്തിൽ കരുവിലാഞ്ചി എന്ന സ്ഥലത്താണ് ജനിച്ചത്. വളർന്നതൊക്കെയും അപ്പനും അമ്മയും 7 സഹോദരങ്ങളൊക്കെ ഉണ്ട്. വളരെ സന്തോഷപ്രദമായ ഒരു ജീവിതമായിരുന്നു. വലിയ ബുദ്ധിമുട്ടൊന്നുമില്ലാതെ കഴിഞ്ഞിരുന്നതായിരുന്നു. ഞാൻ ജനിച്ചതൊക്കെയും ഹിന്ദു കുടുംബത്തിലാണ്. പകൽ പോലും മനുഷ്യർ പോകാൻ ഭയപ്പെടുന്ന കാവൊക്കെയുള്ള കുടുംബത്തിലാണ് ജനിച്ചത്. അന്നൊക്കെയുള്ള വിശ്വാസം അത് 5 മരം കൂടിയാൽ ഒരു കാവാകും എന്നൊക്കെയാണല്ലോ ചൊല്ല്. എന്നാൽ ഇപ്പോഴാണ് അറിയുന്നത്, ആ 5 മരത്തിനിടയിൽ ഇരുന്നു കൊണ്ട് പൊങ്കാല ചോദിക്കുന്നവനല്ല ദൈവം. സ്വർഗം സിംഹാസനവും ഭൂമി പാദപീഠവുമായിട്ട് ഇരിക്കുന്ന ദൈവം, ആ ദൈവമാണ് സ്വന്തം സാദൃശ്യത്തിൽ മനുഷ്യനെ സൃഷ്ടിച്ചതും ആ മനുഷ്യൻ പാപിയായപ്പോൾ ആ മനുഷ്യനെ വീണ്ടെടുക്കാൻ ഭൂമിയിലേക്ക് വന്നതുമെന്ന് ഇപ്പോൾ വിശ്വസിക്കുമ്പോൾ ആ വിശ്വാസത്തിന് ആ പ്രസക്തി ഇല്ലാതാകുന്നു. എന്നാൽ ദൈവത്തെ തിരിച്ചറിയുവാൻ ഇടയായി. കുടുംബത്തിൽ അംഗങ്ങളൊക്കെയും ഇപ്പോഴും ആ അവസ്ഥയിലൊക്കെ തന്നെയാണ് തുടർന്നത്. വിശ്വാസം 33 കോടി ദൈവങ്ങളുണ്ടെന്നും അതൊക്കെയാണ് ദൈവങ്ങളെന്നൊക്കെയും പറഞ്ഞ വിശ്വാസമെങ്കിലും, എന്നാൽ എൻ്റെ ജീവിതത്തിൽ ഞങ്ങളുടെ കുടുംബത്തിന് വന്ന തകർച്ചയിൽ നിന്ന് രക്ഷിപ്പാൻ ഒരു ദൈവത്തെയും കണ്ടില്ല. 1987, 88 കാലയളവിൽ 2 വ്യക്തികൾ ചേർന്ന് എൻ്റെ പേര് സാക്ഷിയായി വെച്ച് ഒരു കടമോഷണം നടന്നത് കണ്ടതായിട്ട് കേസ് കൊടുത്തു. ആ കേസിൽ 12ഓളം പ്രതികൾ ഉണ്ടായിരുന്നു. ആ സംഭവം പ്രതികളൊക്കെയും നമുക്ക് കുടുംബത്തിനെതിരെ തിരിഞ്ഞു എന്നുള്ളതാണ്. അത് ജീവിതത്തിലെ സാധാരണ ഒരു ചാഴി വീഴ്ച എന്നതുപോലെ അതെന്നെയും എൻ്റെ കുടുംബത്തെയും ബാധിച്ചു. ആ 12 പേരും നമുക്കെതിരെ തിരിഞ്ഞിട്ട് 3 വർഷത്തോളം ഊരുവിലക്ക്, ഉപരോധം, അങ്ങനെ മാനസികമായിട്ട് ഏറെ തകർത്ത് കളഞ്ഞു. 3 വർഷത്തിന് ശേഷം എന്നെ രക്ഷിക്കാനൊരു സുഹൃത്ത് ശ്രമിച്ചത് LIC ഏജൻ്റ് ആകുക എന്നതാണ്. അങ്ങനെ LIC ഏജൻ്റായി 1 വർഷം വന്നുപോയി. 2ാമത്തെ വർഷം പേയാട് ദേശത്ത് ഒരു റൂം വാടകയ്ക്ക് കിട്ടുന്നു. അവിടെ തങ്ങിക്കൊണ്ടായി പിന്നെ പ്രവർത്തനം. വളരെ സ്വാഗതമായിരുന്നു. എങ്കിലും തുടക്കത്തിൽ തന്നെ പ്രീമിയം അടയ്ക്കാൻ ആൾക്കാർ കാശ് കൊണ്ടുവരും. അത് മറ്റുള്ളവർ അനേക ആവശ്യക്കാർ വന്നിട്ട് അത് കൈക്കലാക്കി പോകും. ഓരോ ആവശ്യങ്ങൾ പറയും. അത് എൻ്റേതല്ല, എൻ്റെ സ്വന്തമല്ല, എൻ്റെ കയ്യിലില്ല എന്ന് പറയാൻ എനിക്ക് കഴിഞ്ഞില്ല. അത് ഏറെ തുക നഷ്ടപ്പെടുവാനും അത് എന്നെ ഒന്നുകൂടി ദുഃഖത്തിലും വേദനയിലുമാക്കുവാനും ഇടയായി. ഏതാണ്ട് എരുതിയിൽ എണ്ണ ഒഴിക്കുന്നത് പോലെ എന്ന പഴഞ്ചൊല്ല് പോലത്തെ അവസ്ഥയിലേക്കായി പിന്നത്തേതിൽ. അങ്ങനെ വർഷങ്ങൾ കടന്നുപോയി. ഏറെ ദുഃഖത്തിൽ വലിയ തുകകൾ കിട്ടാനുണ്ട്. അവരൊക്കെ കാണുമ്പോൾ കാണാം സാറേ എന്ന് പറഞ്ഞിട്ട് പോകുന്നതല്ലാതെ ആരും തരികയുണ്ടായില്ല. എന്നാൽ ഞാൻ കൊടുക്കേണ്ടവർ എന്നെ വളഞ്ഞു. എന്നെ ഏറ്റവും അധികം ബുദ്ധിമുട്ടിലാക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അങ്ങനെ ആദ്യമൊക്കെയും അവരോട് അവധി പറഞ്ഞു. പിന്നെ അവധി നീണ്ടുപോയപ്പോൾ അവരെല്ലാം പിന്നെയും എന്നോട് ക്ഷമിച്ചു. എങ്കിലും അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാനായിട്ട് അവർ എന്നെ സമീപിച്ചു കൊണ്ടിരിക്കുമ്പോൾ അതെനിക്ക് മാനസിക വേദന ഒന്നുകൂടി ഇരട്ടിയാകുവാൻ ഇടയായി. അങ്ങനെ ഈ സമയത്ത് അവിടെ അവരെ ഫേസ് ചെയ്യാൻ ബുദ്ധിമുട്ടായത് കാരണം അവിടെ നിന്ന് തമ്പാനൂർ ബസ് സ്റ്റാൻഡിലൂടെ രാത്രി മുഴുവനൊക്കെയും കഴിച്ചു കൂട്ടുന്ന ഒരു സാഹചര്യത്തിലേക്ക് ആയി. അങ്ങനെ ഇരിക്കെ ഒരു സുഹൃത്ത് വന്ന് പറഞ്ഞു, ഇങ്ങനെയൊന്നും വരാൻ വഴിയില്ലല്ലോ, നമുക്കൊരു സ്ഥലം വരെ പോകണമെന്ന് പറഞ്ഞു. പോയത് ജ്യോത്സ്യനെ കാണാനാണ് കൊണ്ടുപോയത്. ജ്യോത്സ്യൻ പറഞ്ഞു, ഇത് 7 ശനിയാണ്,
എന്ന് പറഞ്ഞു. പിന്നെ ജ്യോത്സ്യൻ്റെ നിർദ്ദേശപ്രകാരം ക്ഷേത്രങ്ങളിലൊക്കെ പോയി പൂജ നടത്തി, അർച്ചന നടത്തി, ഏലസ് ജപിച്ച് കെട്ടി, ചെയ്യാവുന്ന കാര്യങ്ങളൊക്കെയും ചെയ്തു. അതോടൊപ്പം തന്നെ വെട്ടുകാട് ആ പ്രതിമയുടെ മുമ്പിൽ മെഴുകുതിരി കത്തിക്കാനും മറന്നില്ല. അതൊക്കെയും നിവർത്തിച്ചു പോന്നു. എന്നാൽ ഇതുകൊണ്ടൊന്നും എനിക്ക് ആശ്വാസമായില്ല. ചുരുക്കത്തിൽ ഏറെ വേദനയോടുകൂടി പിന്നെ വലിയ നിലയിൽ വലിയ തുക ലഭിച്ച് വീടും വാഹനവും സ്വന്തമായി ബാങ്ക് ബാലൻസ് ഒക്കെയും ആകാൻ കണക്കിന് പ്രവർത്തിച്ചുവെങ്കിലും എല്ലാം നഷ്ടപ്പെട്ട് ശൂന്യമായി തീർന്നു. ഈ സാഹചര്യത്തിൽ രക്ഷയ്ക്ക് ചെന്നപ്പോൾ സംഭവിച്ചത് ഭവനത്തിൽ ദുർമരണങ്ങൾ, അച്ഛനും സഹോദരി ഭർത്താവൊക്കെയും ആത്മഹത്യ ചെയ്യുന്ന ആ സാഹചര്യമുണ്ടായി. അപ്പോഴേക്കും ദൈവത്തിനായിട്ട് ഞാൻ ഒരു ക്ഷേത്രത്തിൽ ഉത്സവം നടക്കുന്നു, അവിടുത്തെ സദ്യക്കുള്ള ചിലവൊക്കെയും ഏറ്റെടുത്തു. അതൊക്കെ ചെയ്യേണ്ട ആ സാഹചര്യം വരുമ്പോൾ തന്നെയാണ് രണ്ടാമത്തെ സഹോദരിയുടെ ഭർത്താവിൻ്റെ ആത്മഹത്യ. അതെന്നെ വളരെ വേദനിപ്പിച്ചു. ദൈവത്തെയും മനുഷ്യനെയും പിശാചിനെയൊക്കെയും വേർതിരിച്ചറിയുന്ന ആ ഒരു സന്ദർഭമായിരുന്നു അത്. എല്ലാം ചെയ്തു കഴിഞ്ഞു. അപ്പം ഞാനിങ്ങനെ ചിന്തിച്ചു, നഷ്ടപ്പെട്ടതൊന്നും കിട്ടിയില്ല എങ്കിലും ദൈവം എന്ന പേര് പറഞ്ഞ് ഞാൻ ഇത്രയൊക്കെ ചെയ്തിരിക്കുമ്പോൾ ഇപ്പോഴെൻ്റെ വീട്ടിന് ഇത് സംഭവിക്കരുതായിരുന്നു. ഇത് തടുക്കാൻ പറ്റാത്ത ദൈവം എന്തു ദൈവം? സഹോദരിയുടെ മകളുടെ കല്യാണം നടക്കുന്ന അതേ സമയത്താണ് സഹോദരിയുടെ ഭർത്താവ് ഇങ്ങനെ ആത്മഹത്യ ചെയ്യുന്നതും. അതും പ്രഗത്ഭനായ ജ്യോത്സ്യനാണ് പൊരുത്തം നോക്കിയത്. സർവ്വ പൊരുത്തവും ഉത്തമമത്രേ. ഞാൻ ഇങ്ങനെ ചിന്തിച്ചു, ഉത്തമ പൊരുത്തമുള്ള കല്യാണം നടക്കുമ്പോൾ കുട്ടിയുടെ അച്ഛന് ഇത് സംഭവിക്കുമെന്ന് പറയാൻ കഴിയണ്ടേ? പിന്നെ എന്ത് ജ്യോത്സ്യം, എന്ത് പൊരുത്തം? എല്ലാം അന്ന് വെച്ച് കെട്ടി. ഇനി ഒന്നും വേണ്ട എന്ന് പറഞ്ഞിരിക്കുമ്പോൾ പേയാട് തന്നെ ഒരു ടീച്ചർ 1 വർഷത്തോളം എന്നോട് സുവിശേഷം പറഞ്ഞു. അപ്പോഴൊന്നും കേട്ടില്ല. ഒരു 10,000 രൂപ കടമായി തന്ന് സഹായിച്ചു. കാശ് വാങ്ങി മറ്റുള്ളവർക്ക് പ്രീമിയം അടച്ചു കൊടുത്തു. അതൊന്നും കിട്ടിയില്ല. എന്നാൽ ഇതെല്ലാം സംഭവിച്ചെല്ലാം ഒഴിവാക്കിയിരിക്കുമ്പോൾ ടീച്ചർ വന്നു പറഞ്ഞു, ഇതിനകത്ത് കയറി ഇരിക്കുകയാണല്ലേ, ഇങ്ങനെ ഇരുന്ന് നീറണോ? ഞാൻ പറഞ്ഞല്ലോ രക്ഷപ്പെടാൻ ഒരേ ഒരു മാർഗമേ ഉള്ളെന്ന്. ഇന്നൊരു പാസ്റ്ററൊക്കെ അവിടെ പ്രാർത്ഥിക്കാൻ വരുന്നു, രക്ഷപ്പെടണമെങ്കിൽ അങ്ങോട്ട് വരൂ, ഇനി ഞാൻ പറയാൻ വരില്ല എന്ന് പറഞ്ഞിട്ട് പോയി. ഞാൻ അനുഭവസ്ഥയായതുകൊണ്ടാണ് അത് പറഞ്ഞത് എന്ന് പറഞ്ഞങ്ങ് പോയി. ഈ സമയത്ത് RSSൻ്റെ താലൂക്ക് കാര്യവാഹമായിട്ടൊക്കെ ചാർജ് വഹിക്കുന്ന ഒരു പയ്യനാണ് എൻ്റെ ഓഫീസ് സഹായിയായിട്ട് കൂടെ ഇരിക്കുന്നത്. അവൻ കേട്ടിട്ട് അവൻ പറഞ്ഞു, നിങ്ങൾ എന്നോട് പോകാൻ പറഞ്ഞു. സാധാരണ ഈ RSS വിശ്വാസികൾക്ക് പെന്തക്കോസ്ത് വിശ്വാസത്തെ അത് മതപരിവർത്തനം നടത്തുന്നെന്നും ഒക്കെ പറഞ്ഞിട്ട് അവരോട് അത് എതിർപ്പാണ്. എന്നാൽ എൻ്റെ അതുവരെയുള്ള കഷ്ടനഷ്ടങ്ങളൊക്കെയും കണ്ടിട്ട് എല്ലായിടത്തും അയാളുമായിട്ടാണ് ഞാൻ നേർച്ച കാഴ്ചകളുമായിട്ട് പോയിട്ട് വന്നിരുന്നു കരയുന്നത്, നീറുന്നത് അവൻ കണ്ടു. ഏറെ നാൾ ആയതുകൊണ്ട് അവൻ പ്രോത്സാഹിപ്പിച്ചു. പിന്നെ അവൻ്റെ വാക്ക് കേട്ടിട്ട് ഞാൻ പറഞ്ഞു, ബാക്കിയൊക്കെ എത്രമാത്രം ഉണ്ടെന്ന് അറിഞ്ഞല്ലോ, ഇവനും ഇങ്ങനെയല്ലേ പറയുന്നത്, ഇതും കൂടെ ഒന്ന് നോക്കിയേക്കാം എന്ന് പറഞ്ഞ് നോക്കാനായി ചെന്ന് കയറിയിരുന്നു. ഒരു 2 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ആ പാസ്റ്ററിലൂടെ ദൈവദൂത് ലഭിച്ചത് ആയിരുന്നു ജ്യോത്സ്യം, യഥാർത്ഥ ജ്യോത്സ്യം. എൻ്റെ ഭാവിയും ഭൂതവും ഈ നടന്ന സംഭവം വരെയും അന്ന് പ്രവചിച്ചു, അന്ന് ഏൽപ്പിച്ചു കൊടുത്തു. ചുരുക്കത്തിൽ സങ്കീർത്തനം 94:17 പറയുന്നു, യഹോവ എനിക്ക് സഹായമായിരുന്നില്ല എങ്കിൽ എൻ്റെ പ്രാണൻ വേഗം മൗനവാസം ചെയ്യുമായിരുന്നു. എൻ്റെ കാൽ വഴുതുന്നു എന്ന് പറഞ്ഞപ്പോൾ യഹോവേ നിൻ്റെ ദയ എന്നെ താങ്ങി. അതുപോലെ തന്നെ മറ്റനേകം വചനങ്ങൾ എനിക്ക് പിന്നീട് വായിക്കാനും ദൈവം അത് ഹൃദയത്തിൽ നൽകുകയും വായിക്കാനും ചിന്തിക്കാനുള്ള അവസരവും ലഭിച്ചു. അന്നു മുതൽ ഞാൻ പ്രാർത്ഥനയും ഉപവാസവും ഒക്കെ ആയിട്ട് അങ്ങ് ഏൽപ്പിച്ചു കൊടുത്തു. കർത്താവ് പറഞ്ഞു, നിൻ്റെ ഭാരം എൻ്റെ മേലിട്ടുകൊള്ളുക.
പിന്നീട് വചനം വായിക്കുമ്പോഴാണ് ഹൃദയം നുറുങ്ങിയവർക്ക് യഹോവ സമീപസ്ഥൻ, മനസ്സ് തകർന്നവരെ അവൻ രക്ഷിക്കുന്നു. അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ എൻ്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാമെന്നും. നിങ്ങൾക്കധികം പ്രയാസമുള്ള കാര്യം എൻ്റെ അടുക്കൽ കൊണ്ടുവരുവിൻ, ഞാൻ അത് തീർത്തു തരും എന്ന വചനമൊക്കെയും എനിക്ക് കേൾക്കുവാനിടയായി. ചുരുക്കത്തിൽ, നിൻ്റെ ഭാരം എൻ്റെ മേൽ ഇട്ടുകൊള്ളുക. അതൊക്കെയും എനിക്ക് മറ്റാരും കേട്ടില്ല, കണ്ടില്ല, അറിഞ്ഞില്ല. ഞാൻ അവിടെ പോയപ്പോഴൊക്കെ അതൊക്കെ വനരോധനമെന്നും ദീനരോധനമായിട്ടും ഒക്കെയും അങ്ങ് പരിണമിച്ചതേ ഉള്ളൂ. ആരും കേട്ടതും കണ്ടതും ഇല്ല. ചുരുക്കത്തിൽ സങ്കീർത്തനം 116 പറയുമ്പോൾ, യഹോവ എൻ്റെ പ്രാർത്ഥനകളും യാചനകളും കേട്ടതുകൊണ്ട് ഞാൻ അവനെ സ്നേഹിക്കുന്നു. അവൻ തൻ്റെ ചെവി എങ്കലേക്ക് ചായ്ച്ചതുകൊണ്ട് ഞാൻ ജീവകാലമൊക്കെയും അവനെ സ്തുതിക്കും. സ്തോത്രം, ഹല്ലേലൂയ. എന്തിന് ഏറെ പറയുന്നു? അവങ്കലേക്ക് നോക്കിയവർ പ്രകാശിതരായി, അവരുടെ മുഖം ലജ്ജിച്ചു പോയതുമില്ല. വളരെ ലക്ഷങ്ങളുടെ വരുമാനവും ഒക്കെ ഉണ്ടാകേണ്ടുന്ന ആ സ്ഥാനത്ത് കയ്യിൽ വന്നുപോയി. എന്നാൽ അവസാനം കടക്കാരനായിട്ട് കഴിഞ്ഞുകൂടിയ ആ സാഹചര്യത്തിൽ ദുഃഖവും വേദനയും സഹിച്ച് മടുത്ത് ആ സ്ഥാനത്ത് കർത്താവ് എന്നെ രക്ഷിച്ചു. ലൂക്കോസ് സുവിശേഷം 10:30 മുതൽ 37 വായിക്കുമ്പോൾ അവിടെ വചനം പറയുന്നു, ഒരു മനുഷ്യൻ യെരുശലേമിൽ നിന്ന് യെരിഖോവിലേക്ക് പോയി. വഴിമധ്യേ കള്ളന്മാർ അവനെ പിടിച്ച് വസ്ത്രമഴിച്ച് അടിച്ച് മുറിവേൽപ്പിച്ച് അർത്ഥപ്രാണനായി ഇട്ടേച്ചു പോയി. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഈ കാശൊക്കെയും നഷ്ടപ്പെട്ടു. ആ അർത്ഥപ്രാണനായി കിടന്ന മനുഷ്യനെ പോലെ ശരീരത്തിലെ മുറിവുകളല്ല, മനസ്സിലെ മുറിവുകളേറ്റ് അർത്ഥപ്രാണനായി ആ കഴിയുന്ന അവസരത്തിലാണ് ഞാൻ രക്ഷയ്ക്കായിട്ട് കേണതും പലയിടങ്ങളിലും അലഞ്ഞു തിരിഞ്ഞതും ഒക്കെയും. എന്നാൽ അവിടെ നിന്ന് എന്നെ രക്ഷിക്കാൻ ഒരു ദൈവത്തെ കണ്ടെത്താൻ കഴിഞ്ഞില്ല. എല്ലാം ഒഴിവാക്കിയിരിക്കുമ്പോൾ കർത്താവ് എൻ്റെ അടുക്കൽ വന്ന് എന്നെ ഏറ്റെടുത്തു. അതിലാണ് ഞാൻ അറിയുന്നത്, മറ്റൊരുത്തനിലും രക്ഷയില്ല, രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട വേറൊരു നാമമില്ല. കർത്താവ് പറഞ്ഞാൻ വാതിൽക്കൽ നിന്ന് മുട്ടുന്നു, ആരെങ്കിലും വാതിൽ തുറന്നാൽ അവൻ എന്നോടും ഞാൻ അവനോടും അത്താഴം കഴിക്കും. അതെ, ആ സത്യവും രക്ഷയും അറിഞ്ഞപ്പോൾ വൈകിപ്പോയി. എൻ്റെ ഹൃദയത്തിൻ്റെ വാതിൽക്കൽ കർത്താവ് മുട്ടിക്കൊണ്ടിരിക്കുകയായിരുന്നു. എന്നാൽ ഞാൻ ഹൃദയവാതിൽ കർത്താവിനായി തുറക്കാൻ എനിക്ക് കഴിയില്ലായിരുന്നു, അറിഞ്ഞില്ലായിരുന്നു. ഞാൻ ലോകത്തിലേക്ക് തിരിഞ്ഞു, ധനമുണ്ടാക്കുവാനും വന്നുപോയ കടബാധ്യത തീർക്കുവാനും അതുവരെയുള്ള മനോവേദനയിൽ നിന്ന് ഒരു ആശ്വാസം കണ്ടെത്തുവാനും ഞാൻ പിന്നെയും ആ മാർഗങ്ങളിലേക്ക് അലഞ്ഞു. എങ്കിൽ ഏറ്റവും ഒടുവിലായി കർത്താവിൻ്റെ കരത്തിൽ എത്തിച്ചേർന്നു. ആ കർത്താവ് എല്ലാ അർത്ഥത്തിലും എന്നെ രക്ഷിച്ചു. ഒരു ജ്യോത്സ്യൻ ഒരിക്കൽ പറഞ്ഞു, ഞാൻ പറഞ്ഞല്ലാതെ ഈ ആണ്ടിൽ മഞ്ഞും മഴയും ഉണ്ടാവുകയില്ല എന്ന് പറഞ്ഞു. അതെ, ബൈബിളിലെ ഏലിയാവെന്നൊരു ജ്യോത്സ്യൻ, അത് തന്നെയാണ് ജ്യോത്സ്യം. അത് യഥാർത്ഥ ജ്യോത്സ്യൻ നിന്ന് പഠിച്ചതാണ്. യഥാർത്ഥ ജ്യോത്സ്യൻ നിന്ന് അറിഞ്ഞത് അത് മാറിപ്പോവുകയില്ല. വചനം സത്യമാകുന്നു. ആ വചനം ആണ് എന്നെ രക്ഷിച്ചത്. ആ ജ്യോത്സ്യൻ പറഞ്ഞതുപോലെ തന്നെ 3.5 ആണ്ട് മഞ്ഞും മഴയുമില്ലായിരുന്നു എങ്കിൽ പിന്നത്തേൽ എൻ്റെ ജീവിതത്തിലും ഈ കർത്താവായ ദൈവം ചെയ്ത ഉപകാരങ്ങളെക്കുറിച്ച് പറയുവാൻ എനിക്ക് ഇനിയുള്ള ശേഷിച്ച നാളുകളിൽ, അന്ന് ദൈവത്തെയും മനുഷ്യനെയും പിശാചിനെയൊക്കെയും വേർതിരിച്ചറിഞ്ഞു. അങ്ങനെ യേശു ക്രിസ്തു ജീവിക്കുന്ന ദൈവം എന്നുള്ളതിന് ഒന്നാമത്തെ തെളിവ് ഞാൻ ജീവിച്ചിരിക്കുന്നു. അന്ന് തുടങ്ങി അനേകം പേർക്ക്, രോഗികൾക്ക് വേണ്ടിയിട്ട് മറ്റു വിഷയങ്ങളുള്ളവർക്ക് വേണ്ടിയും പ്രാർത്ഥിക്കാനൊക്കെയും ദൈവം എന്നെ ഉപയോഗിച്ചു. അതൊക്കെയും പൂർണ്ണമായിട്ടും അനേകം സാക്ഷ്യങ്ങൾ ഉളവാക്കുവാനിടയായി. അതെ, ഒരു സാക്ഷ്യം മറ്റൊരു സാക്ഷ്യം ഉളവാക്കുമെന്നാണ്
ഞാനിന്ന് ആ ജീവച്ഛവമായിരുന്ന ഇടത്ത് ജീവിക്കുന്ന ദൈവം, ജീവിപ്പിക്കുന്ന ദൈവം എന്നെ ജീവിപ്പിച്ചു. യേശു ജീവിക്കുന്ന ദൈവം. ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു എന്ന് കർത്താവിൻ്റെ വചനം പറയുന്നു. ആ കർത്താവ് എന്നെ എല്ലാ അർത്ഥത്തിലും രക്ഷിച്ചു. അന്ന് മുതൽ സമാധാനമുണ്ടായി, ആശ്വാസം ലഭിച്ചു. മുടങ്ങിക്കിടന്ന ഇൻഷുറൻസ് പോളിസികളൊക്കെ പുതുക്കുവാനും മറ്റ് പുതിയ പോളിസികൾ ലഭിക്കുവാനും ഒക്കെ ഇടയായി. അങ്ങനെ അതിൽ നിന്ന് കിട്ടിയ വരുമാനം കൊണ്ട് ഇന്ന് ഈ സമയം വരെ എത്തുമ്പോഴേക്കും അതിൽ ഒരു 80% ബാധ്യതകളെല്ലാം തീർക്കുവാനും സമാധാനത്തോടെ നഷ്ടപ്പെട്ടു പോയ സമാധാനം എനിക്ക് തിരിച്ചു ലഭിക്കുവാനും ഇടയായി. സമൂഹത്തിൽ ഇനിയും ഒരല്പം ബാധ്യത കൂടെ കൊണ്ട് തീർക്കുവാൻ വേണ്ടിയിട്ട് ശ്രമിക്കുകയും, എന്നാൽ അതിനേക്കാൾ ഉപരിയായിട്ട് സ്വർഗത്തിലേക്കുള്ള ഇൻഷുറൻസ് എന്ന് പറയും, അതാണ് സുവിശേഷം. ആ സുവിശേഷം അറിയിക്കൽ, അതെ, നിത്യതയിലെ എറ്റേണൽ ലൈഫ് ഈസ് എ ഫ്രീ ഗിഫ്റ്റ് ഓഫ് ഗോഡ്. അങ്ങനെ നിത്യതയിലേക്കുള്ള ആ ഇൻഷുറൻസ് ചെയ്യലാണ് എൻ്റെ ഇന്നത്തെ മെയിൻ ലക്ഷ്യം. എങ്കിലും ഉപജീവനത്തിനായിട്ട് എന്താണോ വേണ്ടതെന്ന് അതും ചെയ്യേണ്ടതുണ്ട്. എന്നാൽ ഈ രക്ഷിച്ച ദൈവത്തിന് നന്ദി പറയലാണ് എൻ്റെ ദൗത്യം. മറ്റൊരുത്തനിലും രക്ഷയില്ല. രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിൻ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട വേറൊരു നാമം ഇല്ല. ഇന്ന് ഞാൻ അനുഭവിക്കുന്ന ഈ സന്തോഷവും സമാധാനവും ഞാൻ പ്രിയപ്പെട്ട മുൻകാലങ്ങളിൽ പേയാട് ദേശത്തായിരുന്നപ്പോൾ ഞാൻ അപകടത്തിൽപ്പെടുന്നവരെയൊക്കെയും ആശുപത്രികളിൽ, മെഡിക്കൽ കോളേജിലെത്തിച്ച് അവരുടെ കാര്യങ്ങളൊക്കെ നോക്കുവാൻ എനിക്ക് ഏറെ സമയം കിട്ടി. അനേകം കാര്യങ്ങൾ അങ്ങനെ ചെയ്യുവാനിടയായി. എന്നാൽ ഇന്ന് അതിനേക്കാൾ സർവ്വവൈദ്യന്മാരുടെയും വൈദ്യനായ യേശു ക്രിസ്തുവിൻ്റെ അടുക്കലേക്ക് ഞാൻ എത്തിക്കുന്നു. അങ്ങനെയും അനേകരെ ആ സത്യവും രക്ഷ അറിയിക്കാൻ കർത്താവ് എന്നെ ശക്തനാക്കി. എനിക്ക് അതിനവസരങ്ങൾ തന്നു. അനേകരെ ഈ രക്ഷ അറിയിച്ചിട്ടുണ്ട്. ഇനി ശേഷിക്കുന്ന കാലം ഈ കർത്താവിന് വേണ്ടി ജീവിപ്പാൻ, അത് സ്വർഗത്തിലേക്കുള്ള ഇൻഷുറൻസ്, അതായത് സുവിശേഷം അറിയിക്കലാണ് എൻ്റെ ജോലി. അതിനായിട്ട് ചെയ്യുന്നു. ആർക്കും ഈ കർത്താവിങ്കിലേക്ക് വന്നവരാരും തന്നെ ഇന്നുവരെയും നഷ്ടപ്പെട്ടു പോയതായിട്ട് ഞാൻ കേട്ടിട്ടില്ല. എന്നെ ഉറപ്പ് കൊടുക്കാൻ കഴിയും. നമ്മളൊരു ഉൽപ്പന്നം വാങ്ങുമ്പോൾ അതിനൊരു ഗ്യാരണ്ടി പറയും, എന്നാൽ ആ ഗ്യാരണ്ടി ഒന്നും ലഭിക്കാറില്ല. എന്നാൽ കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിച്ചാൽ നീയും നിൻ്റെ കുടുംബവും രക്ഷ പ്രാപിക്കുമെന്ന ആ വചനം നിറവേറിയെന്നും അതിന് 100% ഗ്യാരണ്ടി കൊടുക്കുവാൻ കിട്ടും എന്ന് ഉറപ്പ് കൊടുക്കുവാൻ എനിക്ക് കഴിയും. അതിനുദാഹരണം എൻ്റെ ജീവിതം തന്നെ. എന്തുകൊണ്ടും കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർ ആരും തന്നെ നശിച്ചു പോകുകയില്ല. കാരണം യേശു ജീവിക്കുന്ന ദൈവമാണ്. യെശയ്യാപ്രവചന പുസ്തകം 9:6 പറയുന്നു, നമുക്കൊരു ശിശു ജനിച്ചിരിക്കുന്നു, നമുക്കൊരു മകൻ നൽകപ്പെട്ടിരിക്കുന്നു, ആധിപത്യം അവൻ്റെ തോളിലിരിക്കും, അവന് അത്ഭുത മന്ത്രി, സമാധാന പ്രഭു, വീരനാം ദൈവം, നിത്യപിതാവ് എന്ന് വിളിക്കപ്പെടും. ഈ ദൂതൻ മറിയയോട് പറയുന്നു, കൃപ ലഭിച്ചവളെ, നിനക്ക് വന്ദനം, പരിശുദ്ധാത്മാവ് നിഴലിട്ട് നീ ഒരു പുത്രനെ പ്രസവിക്കും, അവൻ തൻ്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് രക്ഷിപ്പാനിരിക്കൊണ്ട് അവന് ഇമ്മാനുവേൽ, അതായത് ദൈവം നമ്മോടുകൂടെ എന്നർത്ഥമുള്ള യേശു എന്ന് പേർ വിളിക്കണമെന്ന് പറഞ്ഞു. അത് സംഭവിച്ചു. അങ്ങനെ ബത്ലഹേമിലെ ആ പുൽത്തൊഴുത്തിൽ വഴിയിറമ്പിൽ ജനിച്ചു, ശീലകൾ പൊതിഞ്ഞ് പുൽത്തുട്ടിയിൽ കിടത്തിയെന്ന് പറഞ്ഞ ആ യേശു എന്നെ രക്ഷിച്ചു. യേശു ദൈവമാകുന്നു. ആ ദൈവത്തിനും മഹത്വം കരേറ്റിലാണ് ഇനി എൻ്റെ ശേഷിച്ച നാളുകൾ ഞാൻ വിനിയോഗിക്കുന്നത്. ഭൂമിയിൽ എത്ര കാലം ജീവിക്കുന്നു എന്നുള്ളതല്ല, ജീവിക്കുന്ന കാലം അത്രയും ഈ ദൈവത്തിന് വേണ്ടിയിട്ട് ജീവിപ്പാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ദൈവം എത്രത്തോളം ആയുസ് തരുന്നുവോ അതൊക്കെയും ദൈവനാമം മഹത്വപ്പെടുത്തുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഈ നഷ്ടപ്പെട്ടു പോയ ആ ധനത്തിൽ ഒന്നും തിരികെ കിട്ടിയില്ല എങ്കിലും എന്നെ വിശ്വസിച്ച്, എന്നെ സ്നേഹിച്ച്, എന്നിലൂടെ ഇൻഷുറൻസ് പോളിസിക്കൊക്കെയും ധനം തന്ന് സഹായിച്ച പ്രിയപ്പെട്ടവർ,
അവരുടെ കാര്യാദികൾ നടക്കാതെ പോയപ്പോൾ അവർ ദുഃഖിതരും വേദനയുള്ളവരുമെങ്കിലും എന്നോട് ക്ഷമിക്കുകയും അത് എങ്ങനെയെങ്കിലും പരിഹരിക്കണമെന്ന് പറഞ്ഞ് എനിക്ക് ഏറെ സാവകാശം തന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ഞാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. അവരുടെ കാര്യാദികളിൽ അധികവും ചെയ്തു നൽകിയെങ്കിലും ഇനിയും അല്പം ബാക്കിയുള്ളത് ചെയ്യുവാൻ ദൈവം എനിക്ക് ആയുസ്സും ആരോഗ്യം തരും. അതിൽ ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ മൂലം ബുദ്ധിമുട്ടും പ്രയാസവും അനുഭവിച്ച അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും അതുപോലെ തന്നെ അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റി കൊടുക്കുവാൻ ആവശ്യമായ എല്ലാ സാഹചര്യങ്ങളും എനിക്ക് കർത്താവായ യേശുക്രിസ്തു ഒരുക്കി തരട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് എനിക്ക് ഇനിയുള്ള നാളുകൾ ജീവിപ്പാൻ, കർത്താവിന് വേണ്ടി ജീവിപ്പാൻ ഒരുങ്ങുമ്പോൾ ഇനിയും ആവശ്യങ്ങളുണ്ട്, അനേക ആവശ്യങ്ങൾ. അതെല്ലാം കർത്താവിനോട് മാത്രം പറയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. കാരണം മറ്റു സമൂഹത്തിലെ മനുഷ്യരോടാകട്ടെ മറ്റ് സാഹചര്യങ്ങളിൽ ചെന്ന് കരഞ്ഞു പറഞ്ഞതൊക്കെയും അത് കൂടുതൽ അബദ്ധം ആയി എങ്കിൽ ഇനി അത് വേണ്ട. എൻ്റെ പ്രത്യാശ മറ്റൊരുത്തനിലും രക്ഷയില്ല എന്ന് പറയുമ്പോൾ കർത്താവിൽ രക്ഷയുണ്ട്. ആ രക്ഷ അനുഭവിച്ചറിഞ്ഞ് എനിക്ക് ഇനി വ്യസനിക്കേണ്ടി വരില്ല. സമൂഹത്തിന് വേണ്ടിയിട്ട് പ്രവർത്തിപ്പാൻ നമുക്ക് കടപ്പാടുകളുണ്ട്. ആ സമൂഹത്തിന് വേണ്ടിയിട്ട് ഇനിയും പ്രവർത്തിക്കാൻ കഴിയും. അതോടൊപ്പം തന്നെ ഇത്ര വലിയൊരു രക്ഷ അറിയാതെ പോകരുത് എന്ന് അവരോട് പറയുവാനും ഇടയാക്കും. സങ്കീർത്തനം 91 പറയുമ്പോൾ അവൻ എന്നോട് പറ്റിയിരിക്കയാൽ ഞാൻ അവനെ വിടുവിക്കും, അവൻ എൻ്റെ നാമത്തെ അറികയാൽ ഞാൻ അവനെ ഉയർത്തും എന്ന് വചനമുണ്ട്. എല്ലാ അർത്ഥത്തിലും കർത്താവ് എന്നെ ഉയർത്തി. ചുരുക്കത്തിൽ എൻ്റെ സാക്ഷ്യവും വചനവും കേൾക്കുമ്പോൾ തന്നെ ഒരു പാട്ടിൻ്റെ അല്പം വരികൾ എന്നെ കൂടുതൽ അത് ശക്തനാക്കുന്നു. ഇത്തരയിലെന്നെ ഇത്രമേൽ സ്നേഹിപ്പാൻ എന്തുള്ളു ഞാനപ്പനെ, ഇത്തരയിലെന്നെ ഇത്രമേൽ സ്നേഹിപ്പാൻ എന്തുള്ളു ഞാനപ്പനെ, നിന്റെ ഉദ്ധാരണത്തെ ഞാനോർത്തു ദിനം പ്രതി സന്തോഷിക്കുന്നത്യന്തം, നിന്റെ ഉദ്ധാരണത്തെ ഞാനോർത്തു ദിനം പ്രതി സന്തോഷിക്കുന്നത്യന്തം. കൂട്ടം വെറുത്തു കുലവും വെറുത്തന്നെ, കൂട്ടുകാരും വെറുത്തു, കൂട്ടം വെറുത്തു കുലവും വെറുത്തന്നെ, കൂട്ടുകാരും വെറുത്തു. കൂട്ടായി തീർന്നെൻ്റെ സ്വർഗീയ സ്നേഹിതൻ കഷ്ടകാലത്തും വീടാ, കൂട്ടായി തീർന്നെൻ്റെ സ്വർഗീയ സ്നേഹിതൻ കഷ്ടകാലത്തും വീടാ. മാതാപിതാക്കന്മാരെന്നെ വെടിഞ്ഞാലും സന്താപമില്ലെനിക്ക്, മാതാപിതാക്കന്മാരെന്നെ വെടിഞ്ഞാലും സന്താപമില്ലെനിക്ക്. മാതാപിതാവേക്കാൾ അൻപു തിങ്ങിടുന്ന യേശുവുണ്ട് എനിക്ക്, മാതാപിതാവേക്കാൾ അൻപു തിങ്ങിടുന്ന യേശുവുണ്ട് എനിക്ക്. ഇത്തരയിലെന്നെ ഇത്രമേൽ സ്നേഹിപ്പാൻ എന്തുള്ളു ഞാനപ്പനെ, നിന്റെ ഉദ്ധാരണത്തെ ഞാനോർത്തു ദിനം പ്രതി സന്തോഷിക്കുന്നത്യന്തം, നിന്റെ ഉദ്ധാരണത്തെ ഞാനോർത്തു ദിനം പ്രതി സന്തോഷിക്കുന്നത്യന്തം. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ.
വചനം പറയുന്നു, ഗോതമ്പ് മണി ചാകുന്നില്ല എങ്കിൽ ഫലം കായ്ക്കുന്നില്ല, ചത്താലോ ഏറെ ഫലമുണ്ട്. അപ്രകാരം തന്നെ എൻ്റെ ജീവിതത്തിൽ ആ ഒരു സാക്ഷിക്കാരൻ എന്നുള്ള പേരിൽ വീണത് അതൊരു ചാഴി വീഴ്ച. നെൽച്ചെടി കതിരാകുന്നതിന് മുമ്പ് അതിനൊരു നെല്ല് അരിയാകുന്നതിന് മുമ്പ് ഒരു തരം പാലാണ്. ആ പാലിൻ്റെ അവസ്ഥയിലായിരിക്കുമ്പോൾ തന്നെ ആ ചാഴി വീണ നീര് ഊറ്റി കുടിച്ചു കളയും. അപ്പോൾ പിന്നെ കതിരാവുകയില്ല, പതിര് ആയിപ്പോകും. അതുപോലെ പതിരായിപ്പോയ എന്നെ കർത്താവ് അതിൽ നിന്ന് ഒരു മുള പൊട്ടി അതിൽ നിന്നാണ് എന്നെ നിർത്തിയിരിക്കുന്നത്. കാരണം കർത്താവ് പറയുന്നു, നീ ഇപ്പോഴല്ല, നിൻ്റെ അമ്മയുടെ ഉദരത്തിൽ നീ ഉരുവാകുന്നതിന് മുമ്പേ ഞാൻ നിന്നെ കണ്ടിരിക്കുന്നു, ഞാൻ നിന്നെ പേർ ചൊല്ലി വിളിച്ചിരിക്കുന്നു, ഞാൻ തന്നെ ഉരുവാക്കി, ഞാൻ തന്നെ നരയ്ക്കുവോളം ചുമക്കും, ഞാൻ തന്നെ ചുമന്ന് വിടുവിക്കുകയും ചെയ്യും, നീ എന്നെ ആരോട് സമനാക്കും. പ്രിയ ദൈവമക്കളെ, ഞാൻ മനുഷ്യനെ സൃഷ്ടിച്ചത്, അതെ, ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. ഭൂമി പാഴും ശൂന്യവുമായിരുന്നു. പിന്നത്തേതിൽ വെളിച്ചം ഉണ്ടാകട്ടെ എന്നും അങ്ങനെ ഏറ്റവും ഒടുവിലായിട്ട് സ്വന്തം സാദൃശ്യത്തിലും സ്വരൂപത്തിലും പുരുഷനെയും പുരുഷന് തുണയായി സ്ത്രീയെയും സൃഷ്ടിച്ചു എന്ന് ആ സത്യം അറിയുവാൻ വൈകി. ദൈവം, പുരുഷൻ, സ്ത്രീ, അതെ, മുപ്പിരിച്ചരട് അറ്റുപോകയില്ല. ആ ദൈവം അന്നു മുതൽ കണ്ടിരുന്നത് കൊണ്ട് നരയ്ക്കുവോളം ചുമക്കും, ഇനിയും ചുമക്കും, ഇനി ചുമന്ന് വിടുവിക്കുകയും ചെന്ന് കർത്താവ് വാക്കു പറഞ്ഞു. വാക്കു പറഞ്ഞാൽ മാറാത്തവൻ ആ കർത്താവ് എനിക്ക് വേണ്ടി ഇന്നും എന്നോട് കൂടെയുണ്ട്. അതെ, ഗോഡ് വിത്ത് us, ദൈവം നമ്മോട് കൂടെ. അതുകൊണ്ട് എന്നെ സംബന്ധിച്ചിടത്തോളം ഇനി മറ്റൊന്നും വിഷമിക്കേണ്ടതില്ല. എൻ്റെ മാതൃകയായിട്ട് എന്നെ രക്ഷിച്ച ദൈവം ലോകത്തിൽ സകല ജനത്തെയും രക്ഷിക്കുമെന്ന് ഉറപ്പ് പറയാൻ പറ്റും. അതുകൊണ്ട് ഇനി എനിക്ക് ശേഷിച്ച കാലം ഒന്നേയുള്ളെനിക്കാനെന്നമുലകിൽ യേശുവിൻ സന്നിധി അണയുവതേ. ഒന്നേയുള്ളെനിക്കാനെന്നമുലകിൽ യേശുവിൻ സന്നിധി അണയുവതേ. അന്നേരം മമ മാനസഖേദം ഒന്നായകലും വെയിലിൽ ഹിമം പോൾ. അന്നേരം മമ മാനസഖേദം ഒന്നായകലും വെയിലിൽ ഹിമം പോൾ. ഒന്നേയുള്ളെനിക്കാനെന്നമുലകിൽ യേശുവിൻ സന്നിധി അണയുവതേ. ഒന്നേയുള്ളെനിക്കാനെന്നമുലകിൽ യേശുവിൻ സന്നിധി അണയുവതേ. മാനം ധനമീ മണ്ണിൻ മഹിമകൾ ഒന്നും ശാന്തിയെ നൽകാതെ. മാനം ധനമീ മണ്ണിൻ മഹിമകൾ ഒന്നും ശാന്തിയെ നൽകാതെ. ദാഹം പെരുകും തണ്ണീരൊഴികെ ലോകം വേറെ തരികില്ലറിക. ദാഹം പെരുകും തണ്ണീരൊഴികെ ലോകം വേറെ തരികില്ലറിക. ഒന്നേയുള്ളെനിക്കാനെന്നമുലകിൽ യേശുവിൻ സന്നിധി അണയുവതേ. ഒന്നേയുള്ളെനിക്കാനെന്നമുലകിൽ യേശുവിൻ സന്നിധി അണയുവതേ. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഏറെ കഷ്ടങ്ങൾ വന്നതുകൊണ്ടാണ് എനിക്ക് കർത്താവിനെയും ഈ ഭൂമിയെ എത്രത്തോളമുണ്ട് ദൈവത്തെയും മനുഷ്യനെയും പിശാചിനെയും എല്ലാം വേർതിരിച്ചറിയുവാനും എന്നാൽ യഥാർത്ഥ സത്യദൈവത്തെ എൻ്റെ പിതാവായി സ്വീകരിക്കുവാനും സ്വർഗത്തിന് അവകാശിയാകുവാൻ ഇടയായി തീർന്നു. അതിനായിട്ട് ഇടയാക്കിയ എല്ലാവർക്കും വീണ്ടും വരുന്നവനായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞാൻ സ്നേഹവന്ദനവും നന്ദിയും അറിയിക്കുന്നു. എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ച് എന്നെ ആശ്വസിപ്പിച്ച അനേകം ദൈവമക്കളുണ്ട്. പിന്നത്തേതിൽ അവർക്ക് ഓരോരുത്തർക്കും ഞാൻ ഈ തരുണത്തിൽ ഞാൻ എൻ്റെ നന്ദി
നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. എല്ലാറ്റിലുപരിയായിട്ട് എൻ്റെ ജീവൻ രക്ഷിച്ച് എന്നെ വീണ്ടും ഭൂമിയിൽ ഏറെക്കാലം ശേഷിപ്പിച്ച് എന്നിലൂടെ വന്ന ബാധ്യതകളൊക്കെയും തീർത്തിട്ട് സമാധാനമായി ഈ ലോകം വിട്ടുപോകാൻ എന്നെ അനുഗ്രഹിച്ച, എന്നെ സ്വീകരിച്ച് എനിക്ക് അഭയം തന്ന എൻ്റെ കർത്താവായ യേശു ക്രിസ്തുവിന് ഞാൻ നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ.